ഇതുവരെ യാത്ര പോവാത്ത ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര പോവാൻ 2025 സെപ്റ്റംബർ മാസത്തിൽ ഞാനും ഫൈസൽ മാഷും രമേശ് മാഷും ബാബു സാറും സുനിൽ സാറും ബിജു മാഷും ഒക്കെ തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ 6 പേര് ഒക്ടോബർ 31 ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തു. ഒക്ടോബർ 31 രാവിലെ കാരയ്ക്കൽ എറണാകുളം എക്സ്പ്രസിൽ ഒറ്റപ്പാലത്ത് നിന്ന് യാത്ര തിരിച്ചു. രാവിലെ 6 മണിയോടെ കൊച്ചി എയർപോർട്ടിലെത്തി. 9 മണിയോടെ അലയൻസ് എയർ വിമാനത്തിൽ അഗത്തിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കടലിന് മുകളിലൂടെയുള്ള യാത്ര പൊതുവെ വിരസമായിരുന്നെങ്കിലും കവരത്തി പോലുള്ള ദ്വീപുകൾ മേഘത്തിനിടയിലൂടെ കാണാമായിരുന്നു. അഗത്തിക്കടുത്തുള്ള ബംഗാരം ദ്വീപിന്റെ ആകാശ കാഴ്ച വളരെ ഭംഗിയുള്ള ഒന്നായിരുന്നു. 10:15 ഞങ്ങൾ അഗത്തിക്ക് മുകളിലെത്തി. വളരെ മനോഹരമായൊരു ദ്വീപാണ് ഇത്. ലാൻഡിങ്ങിന്റെ സമയത്തെ ആകാശ കാഴ്ച അവിസ്മരണീയമായ ഒന്നായിരുന്നു. ലഗൂണിന്റെ നീല കളർ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏക എയർപോർട്ടാണ് അഗത്തിയിലേത്. നീല കടലിന് നടുവിലെ ഈ ചെറിയ എയർപോർട്ടിൽ 10:30 ഞങ്ങൾ ഇറങ്ങി. വിമാനത്തിൽ വന്നിരുന്ന ഒരു വിശിഷ്ടാതിഥിയെ കാത്ത് സ്വീകരണ കമ്മിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്വീകരണം ഏറ്റുവാങ്ങി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഞങ്ങൾക്ക് പെർമിറ്റും സൗകര്യങ്ങളും ഒരുക്കി തന്ന ഷുക്കൂറിനെ കണ്ടെത്തി കാറിൽ യാത്ര തുടങ്ങി. തെങ്ങുകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര. ഇവിടെയുള്ള മരങ്ങളിൽ 99% തെങ്ങുകളാണ്. ദ്വീപിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്തുകൂടിയാണ് യാത്ര. അതിനാൽ ഇരുപുറത്തും ബീച്ച് കാണാം. നീല നിറത്തിലുള്ള കടലും തെങ്ങുകളും കണ്ടുകൊണ്ടുള്ള യാത്ര അവിസ്മരണീയമായിരുന്നു. ഞങ്ങൾ 6 പേരും ആദ്യമായാണ് ലക്ഷദ്വീപിലെത്തുന്നത്. ഇവിടെ സന്ദർശിക്കുന്നതിന് വിസയ്ക്ക് സമാനമായ ഒരു പെർമിറ്റ് വേണം. അത് ദ്വീപ് നിവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കണം. ഞങ്ങൾക്കത് തയ്യാറാക്കി തന്നത് ഷുക്കൂറാണ്. ഫൈസൽ മാഷിന്റെ ഒരു സുഹൃത്തിന്റെ സ്റ്റുഡൻ്റാണ് ഷുക്കൂർ. വരും വഴി ഒരു ചായയ്ക്കായി ഞങ്ങൾ നിർത്തി. ഇവിടെ എല്ലാവരും മലയാളം സംസാരിക്കുന്നു. എങ്കിലും ദ്വീപ് നിവാസികൾ പരസ്പരം ജസരി എന്ന ഭാഷ സംസാരിക്കുന്നു. സ്പീഡ് കൂടിയ ഒരുതരം മലയാളം ഭാഷയായിട്ടാണ് നമുക്ക് തോന്നുക. 11:30 ഞങ്ങൾ താമസിക്കാനുള്ള വീട്ടിലെത്തി. ദ്വീപിന്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് ഇത്. 2 ബെഡ്റൂമുകളുള്ള ഒരു വീട്. കുറച്ച് സമയം വിശ്രമിച്ച് ഞങ്ങൾ തെങ്ങിൻ തോട്ടത്തിനുള്ളിലൂടെ നടപ്പ് ആരംഭിച്ചു. ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ദ്വീപാണ് അഗത്തി. ഇവിടെ വളർത്തുമൃഗമായി ആടും കോഴിയും പൂച്ചയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നടന്ന് കിഴക്കൻ സൈഡിലുള്ള ബീച്ചിലെത്തി. ഭംഗിയുള്ള നീല നിറത്തിലുള്ള ഒരു ബീച്ച്. കുറച്ച് സമയം നടന്ന് ഫോട്ടോകളെടുത്ത് തിരിച്ച് ഉച്ചഭക്ഷണത്തിനായി റൂമിലെത്തി. ദ്വീപിലെ യാത്രയ്ക്കായി ഞങ്ങൾ 3 ബൈക്കുകൾ വാടകയ്ക്കെടുത്തു. ഭക്ഷണശേഷം ബൈക്കിൽ ദ്വീപ് കറങ്ങിക്കാണുന്നതിനായി ഇറങ്ങി. വീണ്ടും കിഴക്കൻ ബീച്ചിനോട് ചേർന്ന വഴികളിലൂടെയായിരുന്നു യാത്ര. പൊതുവെ ദ്വീപിലെ പറമ്പിനും വീടുകൾക്കും ഒന്നും മതിലുകളോ വേലികളോ ഇല്ല. എന്നാൽ പുതിയ വീടുകൾക്കും ചില പറമ്പുകൾക്കും ഗേറ്റും മതിലും ഒക്കെയുണ്ട്. മതിലുകളും വേലികളും ഇല്ലാത്തതിനാൽ പറമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം വഴികളുണ്ട്. ഞങ്ങളുടെ യാത്രകൾ പലപ്പോഴും അത്തരം വഴികളിലൂടെയായിരുന്നു. യാത്ര ചെയ്ത് ഈസ്റ്റേൺ ജെട്ടിയുടെ ഭാഗത്ത് ഒരു ബീച്ചിലെത്തി. അവിടെ കൊച്ചിക്കുള്ള കവരത്തി എന്ന കപ്പൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജെട്ടിയിൽ കൊച്ചിയിൽ നിന്ന് സാധനങ്ങളുമായി വന്ന ഒരു വെസൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനാൽ കടൽ പാലത്തിൽ നല്ല തിരക്കായിരുന്നു. ഇവിടെ നിന്ന് 15 ദിവസത്തിനുള്ളിൽ 5 ഷിപ്പുകൾ മാത്രമേ കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഞങ്ങൾ തിരിച്ചു പോരാനും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്നു. അവിടെ നിന്ന് വടക്കേ അറ്റത്തുള്ള ബീച്ചിലേക്ക് ഞങ്ങൾ പോയി. അവിടെ വലിയ തിരകളായിരുന്നു. ഏറ്റവും കുറവ് വീതിയിൽ ലഗൂണുള്ള ഭാഗമായതിനാലാണ് ഇത്. വലിയ തിരകൾ ലഗൂണിന് അപ്പുറം വരെ മാത്രമേ വരൂ. അതിനാൽ ഈ ദ്വീപ് കടലാക്രമണത്തിൽ നിന്ന് സുരക്ഷിതമാണ്. തുടർന്ന് ഞങ്ങൾ ലഗൂൺ ബീച്ചിലെത്തി. രാത്രിയിൽ സജീവമാകുന്ന ഒരു ബീച്ചാണ് ഇത്. കുറച്ച് നിർമ്മിതികളൊക്കെ അവിടെ കാണാം. തുടർന്ന് വീണ്ടും തെങ്ങുകൾക്കിടയിലൂടെയുള്ള യാത്ര തുടർന്നു. ഇവിടെ ദ്വീപിന് വീതിയുള്ള ഭാഗത്ത് സമാന്തരമായ 3 റോഡുകൾ തെക്ക് വടക്ക് ദിശയിലുണ്ട്. ഇവയ്ക്കിടയിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ധാരാളം ചെറുവഴികളും പറമ്പിലൂടെയുള്ള വഴികളും ഉണ്ട്. വീതി കുറഞ്ഞ ഭാഗത്ത് ഒറ്റ വരി മാത്രമേ തെക്ക് വടക്ക് ദിശയിലുള്ളൂ. യാത്ര തുടർന്ന് വെസ്റ്റേൺ റോഡ് പ്രധാന റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു തെങ്ങിൻ തോപ്പിലൂടെ വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങി. ഏറ്റവും മനോഹരമായ ബീച്ച് കാഴ്ചകളിൽ ഒന്നായിരുന്നു അത്. നീല അല്ലെങ്കിൽ എമറാൾഡ് കളറിലെ കടലും ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും ഒക്കെയായി ഒരു വല്ലാത്ത വൈബായിരുന്നു അത്. അപ്പോഴേക്കും സൈറ്റ് സീയിങ്ങിനായി പോകാൻ വിളിച്ചതിനാൽ തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. വാനിൽ കാഴ്ചകൾക്കായി ഇറങ്ങി. ആദ്യം തെക്കേ അറ്റത്ത് എയർപോർട്ടിനടുത്തുള്ള അന്താൻ ബീച്ചിലേക്കെത്തി. അവിടെ നീര, ദ്വീപുകാരുടെ ഭാഷയിൽ മീര, ചെത്തിയിറക്കുന്ന ഒരാളെ കണ്ടു. അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് നീര, അതായത് മധുരക്കള്ള് വാങ്ങിക്കുടിച്ച് ബീച്ചിലേക്ക് ഉള്ള നടത്തം തുടർന്നു. ഇവിടെ വീര്യമുള്ള കള്ളോ മദ്യമോ ലഭിക്കില്ല.
നീര ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ 45 ദിവസം കഴിഞ്ഞ് വിനാഗിരി ആയാലേ ദ്വീപ് നിവാസികൾ ഉപയോഗിക്കാറുള്ളൂ. കടലിനോട് ചേർന്ന ഒരു പാർക്കും ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൽ കെട്ടിയ ഊഞ്ഞാലും ഒക്കെയായി ഒരു വ്യത്യസ്ത ഭംഗിയുള്ള ബീച്ചായിരുന്നു അന്താൻ ബീച്ച്. കുറച്ച് സമയം ഊഞ്ഞാലാടിയും ഫോട്ടോകളെടുത്തും ഒക്കെ സമയം കളഞ്ഞു. തിരിച്ച് തെങ്ങിൻ തോപ്പിലൂടെ യാത്ര തുടർന്നു. 5:30 ഞങ്ങൾ വെസ്റ്റേൺ ജെട്ടിയിലെത്തി. ആഡംബര നൗകയായ കോഡില്ല ക്രൂയിസ് അടുക്കുന്ന ജെട്ടിയാണ് ഇത്. വീതി കൂടിയ ലഗൂണുള്ള പടിഞ്ഞാറൻ ലഗൂണിന്റെ നടുവിലായാണ് ഈ സ്ഥലം. അതിനാൽ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. കടലിന്റെ നിറം കൂടുതൽ ആകർഷകമായി തോന്നി. അവിടെ നിന്ന് യാത്ര തുടർന്ന് തൊട്ടു വടക്കുള്ള ഫിഷിംഗ് ജെട്ടിയിലെത്തി. അധിക സമയം കളയാതെ യാത്ര തുടർന്ന് ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് നീങ്ങി. യാത്രാ കപ്പൽ പോയതിനാൽ കടൽ പാലത്തിൽ തിരക്കുണ്ടായിരുന്നില്ല. കടൽപ്പാലത്തിലൂടെ നടന്ന് ജെട്ടിയിലെത്തി. ലഗൂൺ കഴിയുന്ന ഭാഗത്താണ് ജെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ സാധനങ്ങളുമായി വന്ന വെസൽ കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കാഴ്ചകൾ കണ്ട് നടന്നു. അതിനുശേഷം ഷുക്കൂറിന്റെ ഷോപ്പുള്ള ലഗൂൺ ബീച്ചിലേക്ക് പോയി. വൈകുന്നേരത്തെ ബീച്ചിന്റെ കാഴ്ച മറ്റൊന്നായിരുന്നു. സൂര്യാസ്തമനത്തോടെ ബീച്ച് കൂടുതൽ സജീവമായിരുന്നു. ഒരു കപ്പിൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഷുക്കൂറിന്റെ കട സജീവമായിരിക്കുന്നു. ഷുക്കൂറിനോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലെത്തി. അത്താഴം കഴിച്ച് 10 മണിയോടെ വീണ്ടും ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് പോയി. രാത്രി കടലിലൂടെ മീനുകളും കടലാമയും ഒക്കെ നീന്തുന്നത് കാണാമായിരുന്നു. വെസലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നത് നിർത്തിയിരിക്കുന്നു. കുടുംബം ഒന്നിച്ച് രാത്രി കാറ്റുകൊള്ളാൻ എത്തിയവരെയൊക്കെ അവിടെ കാണാമായിരുന്നു. അപ്പോഴേക്കും ഷുക്കൂർ വിളിച്ചതനുസരിച്ച് അദ്ദേഹത്തിന്റെ ഷോപ്പിലെത്തി. അവിടെ നൈറ്റ് ഫിഷിംഗ് കഴിഞ്ഞ് മീനുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി ഗ്രിൽ ചെയ്യുന്നതിന്റെ കാഴ്ചകൾ കുറച്ച് സമയം ഞങ്ങൾ നോക്കി നിന്നു. ഞങ്ങൾക്കും ഒരു മീൻ ഗ്രിൽ ചെയ്തു തന്നു. തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും 11:15 ആയിരുന്നു. നവംബർ 1-ാം തീയതി ഞങ്ങളുടെ യാത്രയുടെ 2-ാം ദിവസം രാവിലെ 7:15 ഞങ്ങൾ ഈസ്റ്റേൺ ജെട്ടിയിലെത്തി. ചൂണ്ടയിടുന്ന ധാരാളം ആളുകൾ, വലവീശി മീൻ പിടിക്കുന്നവർ, അങ്ങനെ ആകെ ഒരു തിരക്കായിരുന്നു അവിടെ. രാവിലെ സൂര്യോദയം കാണാനാണ് വന്നതെങ്കിലും വൈകിയതിനാൽ ഷുക്കൂർ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. രാവിലെ കടലിൽ ഡോൾഫിനുകൾ നീന്തുന്നുണ്ടായിരുന്നു. അവയ്ക്കൊപ്പം ചൂര മീനിന്റെ വലിയ കൂട്ടം ഉണ്ടാവും. അവയെ പിടിക്കാൻ ചൂണ്ടക്കാർ ശ്രമിക്കുന്നു. പിടിച്ച ഒരു ചൂരയെ ബൈക്കിന് പിന്നിൽ കെട്ടി ഒരാൾ കൊണ്ടുപോകുന്നു. പലതരം മീനുകൾ ക്ലിയറായ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കുന്നു. കുറച്ചധികം സമയം ഞങ്ങൾ മീൻപിടുത്തം നോക്കി നിന്നു. തിരിച്ച് റൂമിലേക്ക് വന്ന് 11 മണിയോടെ ഞങ്ങൾ സ്കൂബ ഡൈവ് ചെയ്യാനായി ഇറങ്ങി. പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫിഷിംഗ് ജെട്ടിയിലെത്തി. നല്ല വെയിലത്ത് തെങ്ങുകളുടെ പശ്ചാത്തലമായി നീലക്കടൽ കാഴ്ച ഭംഗിയുള്ള ഒരു ഏർപ്പാടായിരുന്നു. നല്ല വെയിലായിരുന്നുവെങ്കിലും അത് വകവയ്ക്കാതെ ജെട്ടിയിലിരുന്ന് മീൻ പിടിക്കുന്ന ആളുടെ പ്രകടനം കുറച്ച് സമയം നോക്കി നിന്നു. അയാൾക്ക് ധാരാളം ചെറിയ മീനുകളെ കിട്ടുന്നുണ്ട്. കടലിന് ഇന്നലത്തേതിനേക്കാൾ മനോഹാരിത കൈവന്നിരിക്കുന്നു. ഇപ്പോൾ നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ഇവിടെയുള്ള ലഗൂണിലെ ഈ മണല് എന്നത് പവിഴപ്പുറ്റുപൊടിയാണ്. അത് നല്ല വെള്ള നിറത്തിലാണ്. അതിനാൽ സൂര്യപ്രകാശം നന്നായി റിഫ്ലക്സ് ആകുന്നുണ്ട്. ആഴം കുറഞ്ഞ ഭാഗത്ത് ക്ലിയർ വെള്ളമായും ആഴം കൂടുന്നതിനനുസരിച്ച് നീല, എമറാൾഡ് ഗ്രീൻ നിറങ്ങളിൽ കാണപ്പെടുന്നു. ഇങ്ങനെ കാണുന്ന ഭാഗമാണ് പൊതുവെ ഷാലോ വാട്ടർ ഏരിയ എന്ന് അറിയപ്പെടുന്നത്. വലിയ തിരയില്ലാതെ ശാന്തമായ ഭംഗിയുള്ള കടൽ ഭാഗം. ആൻഡമാനിൽ സമാനമായ കാഴ്ചകൾ നമുക്ക് കാണാം. കുറച്ച് ഫോട്ടോകളെടുത്ത് കടൽ തീരത്തെ പക്ഷികളെയൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പോവാനുള്ള ബോട്ട് എത്തി. അതിൽ കയറി യാത്ര തുടങ്ങി. നല്ല വെയിലായിരുന്നതിനാൽ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ഈ നീലക്കടലിന് മുകളിലൂടെയുള്ള യാത്ര ഒരു രസമായിരുന്നു. 11:30 ഞങ്ങൾ സ്കൂബ ചെയ്യുന്നിടത്തെത്തി. ഞങ്ങൾ ഓരോരുത്തരായി കടലിലിറങ്ങി. സ്കൂബ ഡൈവിങ്ങിനുള്ള ഗിയറുകളൊക്കെ ധരിച്ച് മെല്ലെ കടലിനുള്ളിലേക്ക് ഇറങ്ങി. നല്ല ക്ലിയറായ വെള്ളമായിരുന്നതിനാൽ കാഴ്ചകൾ വളരെ മികച്ചതായിരുന്നു. പവിഴപ്പുറ്റുകൾ ആൻഡമാനിലേതുപോലെ ഭംഗിയുള്ളതായിരുന്നില്ല. പക്ഷെ മീനുകളുടെ എണ്ണം, വെറൈറ്റി എന്നിവ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. മികച്ച ക്യാമറയിൽ സ്കൂബ ടീം ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട വലിയ ഒരു കൂട്ടം മീൻ ശരിക്കും നമ്മളെ വണ്ടറടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അവയ്ക്കിടയിലൂടെയുള്ള നീന്തൽ അക്ഷരാർത്ഥത്തിൽ മനോഹരമായ ഓർമ്മകളാണ് നൽകിയത്. വീണ്ടും കുറെ അധികം മീനുകളെയും പവിഴപ്പുറ്റുകളെയും കണ്ട് നീന്തി തുടിച്ചു. ഒരു വലിയ പഫർ ഫിഷ് അനങ്ങാതെ നിങ്ങളുടെ മുമ്പിൽ കുറെ സമയം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിന്നു. അതും ശരിക്കും ഒരു അത്ഭുതമായി തോന്നി. കടലിനടുത്തട്ട് വരെ നല്ലതുപോലെ വെളിച്ചം എത്തുന്നതിനാൽ
ശരിക്കും നമ്മളൊരു അക്വേറിയത്തിൽ നിൽക്കുന്ന ഫീലിംഗ് ആയിരുന്നു. ഏതാണ്ട് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരികെ കയറി. ദീർഘകാലത്തേക്കുള്ള മധുര സ്മരണകൾ നൽകിയ ഒന്നായിരുന്നു ഈ സ്കൂബ ഡൈവിംഗ്. തിരിച്ച് ഞങ്ങൾ ഈ നീലക്കടലിന് മുകളിലൂടെ 1:30 തിരികെ കരയിലെത്തി. റൂമിൽ കുറച്ച് സമയം വിശ്രമിച്ച് വൈകുന്നേരം 4:15 വീണ്ടും ഞങ്ങൾ ഈ ഫിഷിംഗ് ജെട്ടിയിലേക്ക് മടങ്ങിയെത്തി. വെയിൽ കുറഞ്ഞതിനാൽ കടലിന്റെ നിറത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ബോട്ടം ബോട്ടിൽ കയറി അഗത്തിക്ക് തൊട്ടടുത്തുള്ള കൽപ്പെട്ടി ഐലൻഡിലേക്ക് തിരിച്ചു. അഗത്തി എയർപോർട്ടിന്റെ തെക്ക് ഭാഗത്താണ് ഈ ദ്വീപ്. കുറച്ച് സമയം യാത്ര ചെയ്ത് എയർപോർട്ടിന്റെ ഭാഗത്തെത്തിയപ്പോൾ ഗ്ലാസിലൂടെ പവിഴപ്പുറ്റുകളും മീനുകളും കാണാൻ തുടങ്ങി. ലോ ടൈഡ് ആയതിനാൽ കടലിന് ആഴം കുറവായിരിക്കുന്നു. അതിനാൽ കാഴ്ചകൾ മികച്ചതായിരുന്നു. കണ്ണൂർ ടൗൺ ആണ് അഗത്തിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ മെയിൻലാൻഡിലെ നഗരം. അതിനാൽ തന്നെ കോലത്തിരിയുടെയും അറയ്ക്കൽ രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ദീർഘകാലം ഈ ദ്വീപ്. BC 1500 മുതലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ലക്ഷദ്വീപിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് ജാതക കഥകളിൽ ഈ ദ്വീപിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അശോക ചക്രവർത്തിയുടെ മകൾ സംഘമിത്ര ഈ ദ്വീപുകൾ സന്ദർശിച്ചുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. സംഘകാലത്ത് ചേര രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ ദ്വീപ് സമൂഹം. ടോളമി ഉൾപ്പെടെയുള്ള യാത്രികരുടെ വിവരണങ്ങളിലും ഈ ദ്വീപിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. പവിഴപ്പുറ്റുകളും മീനുകളും കടലാമയുമൊക്കെ കണ്ട് 5:20 ഞങ്ങൾ കൽപ്പെട്ടി ദ്വീപിലെത്തി. ഒരു പവിഴപ്പുറ്റ് ദ്വീപാണ് ഇത്. ഉയരമുള്ള മരങ്ങളൊന്നും ഇല്ല. ദ്വീപിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു. ഇന്ത്യയുടെ പ്രദേശമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഫലകം കണ്ട് അവിടെ നിന്നും മുന്നോട്ട് നടന്നു. ഇത് ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളിലൊന്നാണ്. മധ്യകാലഘട്ടത്തിൽ പല്ലവന്മാരും കാദംബരും പിന്നീട് ചോളന്മാരും ഈ പ്രദേശം നിയന്ത്രിച്ചിരുന്നു. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് കണ്ണൂർ ആസ്ഥാനമായ കോലത്ത് നാടിന്റെ കീഴിലായി. 15ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ പ്രദേശം പിടിച്ചെടുത്തുവെങ്കിലും നാട്ടുകാരുടെ കലാപത്തോടെ വീണ്ടും കോലത്തിരിയുടെ കീഴിലായി. പിന്നീട് ടിപ്പു സുൽത്താന്റെ നിയന്ത്രണത്തിലായെങ്കിലും ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതോടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ കോലത്ത് നാടിന്റെ ഭാഗമായി തുടർന്നു. 1908 ബ്രിട്ടീഷുകാർ ഈ പ്രദേശം ഏറ്റെടുത്ത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാക്കി മാറ്റി. സ്വാതന്ത്ര്യാനന്തരം 1956 മുതൽ കേന്ദ്രഭരണ പ്രദേശമായി തുടരുന്നു. കുറച്ചധികം പവിഴപ്പുറ്റുകല്ലുകളും ഷെൽ ക്രാബുകളെയും ഒക്കെ കണ്ട് സൂര്യാസ്തമന കാഴ്ചകളും കണ്ട് ദ്വീപിനെ ഒന്ന് വലം വെച്ചു. മണലുള്ള ഭാഗം ഈ ദ്വീപിൽ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ദ്വീപിൽ നിന്ന് ശരിക്കും സൂര്യൻ കടലിൽ താഴുന്ന കാഴ്ചയും കണ്ട് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ബോട്ട് ഓടിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവസരം കിട്ടി. എല്ലാവരും ആസ്വദിച്ച് അത് ചെയ്തു. ഒമാനിലേക്കുള്ള കാർഗോ ഷിപ്പ് ഓടിക്കുന്ന ഭാവമായിരുന്നു പലർക്കും. 7 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ചെത്തി. വൈകുന്നേരത്തെ ഭക്ഷണശേഷം 9 മണിയോടെ വീണ്ടും ഞങ്ങൾ ഈസ്റ്റേൺ ജെട്ടിയിലെത്തി. അത്യാവശ്യം ആളും അനക്കവുമൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു. കാർഗോ വെസൽ ഇന്നും പോയിട്ടില്ല. മീനുകളെയൊക്കെ കണ്ട് കുറച്ചു കഴിഞ്ഞ് ഷുക്കൂറിന്റെ കടയിലേക്ക് എത്തി. നൈറ്റ് ഫിഷിംഗ് കഴിഞ്ഞുള്ള മീനുകൾ എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം ആ കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചിരുന്ന് 9:30 തിരിച്ച് റൂമിലെത്തി. നവംബർ 2-ാം തീയതി ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസം രാവിലെ 6:45 ഞങ്ങൾ കിഴക്കൻ ബീച്ചിലേക്ക് നടന്നു. ഇന്ന് സൂര്യോദയം കാണണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെങ്കിലും ഞങ്ങൾ വൈകിയിരുന്നു. എങ്കിലും അവിടെ ഞങ്ങളെ കാത്തിരുന്നത് ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. കുറച്ചു സമയം ബീച്ചിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു. ഷെൽ ക്രാബ്സ് തീരത്തുകൂടി നടക്കുന്നു. പതിവില്ലാതെ തൻ്റെ പ്രദേശത്ത് അന്യർ വന്നത് നോക്കി നിൽക്കുന്ന ഞണ്ട്, അവയൊക്കെ കണ്ട് 7:15 ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9:30 ഞങ്ങൾ വെസ്റ്റേൺ ജെട്ടിയിലേക്ക് പോയി. ബംഗാരം ദ്വീപിലേക്ക് പോകുന്നതിനാണ് പോയതെങ്കിലും രാവിലെ പോലീസും ബോട്ടുകാരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ബോട്ടുകളെ പോവാൻ അനുവദിക്കുന്നില്ല. അതിനാൽ 11:30 വരെ ഞങ്ങൾ ബീച്ചിലെ കാഴ്ചകൾ കണ്ട് നടന്നു. പിന്നെ അവിടെ വയനാട്ടുകാർ നടത്തുന്ന ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് കുറച്ച് സമയം ഇരുന്നു. അവസാനം പോക്ക് നടക്കുകയില്ല എന്ന് ഉറപ്പായതോടുകൂടി സൗത്ത് സൈഡിലെ കാഴ്ചകൾക്കായി ഞങ്ങൾ ഇറങ്ങി. മറൈൻ ഓർണമെന്റേഷൻ ഇന്റർപ്രിട്ടേഷൻ സെന്റർ കാണാൻ പോയെങ്കിലും അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടും മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതുകൊണ്ടും കാണാനായില്ല. അതിനാൽ അതിനു പിന്നിലെ കിഴക്കൻ സൈഡിലെ ബീച്ചിലേക്ക് ഇറങ്ങി. പവിഴപ്പുറ്റ് കല്ലുകൾ നിറഞ്ഞ ഒരു ബീച്ച്, ഭംഗിയുള്ള ഒരു ബീച്ചായിരുന്നു അതും. തിരിച്ച് ഞങ്ങൾ റോഡിൽ കയറി എയർപോർട്ട് സൈഡിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും വണ്ടിയിലെ എണ്ണ തീർന്ന് നിന്നു. നാട്ടുകാരനായ ഒരാൾ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി എണ്ണ വാങ്ങിത്തന്നു. ലിറ്ററിന് 200 രൂപ.
അഗത്തി ദ്വീപിൽ പെട്രോൾ പമ്പ് ഇല്ല. ബാരലിൽ കൊണ്ടുവരുന്ന എണ്ണയാണ് വിതരണം നടത്തുന്നത്. വാഹനത്തിൻ്റെ RC ബുക്ക് കാണിച്ചാൽ സൊസൈറ്റിയിൽ നിന്ന് 140 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. ഞങ്ങൾ യാത്ര തുടർന്ന് ദ്വീപിന് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്തെ ഒരു ബീച്ചിൽ കുറച്ച് സമയം ഇറങ്ങി. തെങ്ങിൻതോപ്പിൽ നിന്ന് ബീച്ച് കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷുക്കൂർ തിരിച്ചു വിളിച്ചു. പ്രശ്നങ്ങൾ തീർന്നു, പോവാം എന്ന് അറിയിച്ചു. അങ്ങനെ 12:15 ഞങ്ങൾ വീണ്ടും പടിഞ്ഞാറൻ കടൽപ്പാലത്തിലെത്തി. പോലീസ് പരിശോധനകൾക്ക് ശേഷം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളുടെ ബോട്ടിന് അനുമതി കിട്ടി. അപ്പോഴേക്കും ഏതാണ്ട് 10ഓളം ബോട്ടുകൾ പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ബംഗാരം ദ്വീപിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങൾക്ക് പുറമെ ഏതാണ്ട് 10ഓളം ആളുകൾ കൂടി ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്നു. ലഗൂൺ ഏരിയ കഴിഞ്ഞതോടെ വലിയ തിരകളായി. കടലിൻ്റെ നിറം കടും നീല നിറമായി മാറി. പിന്നിൽ അഗത്തി ദ്വീപും മുൻപിൽ ബംഗാരം ദ്വീപും കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു അത്. അഗത്തിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് ബംഗാരം ദ്വീപ്. ഏതാണ്ട് 2 മണിയോടെ ഞങ്ങൾ ബംഗാരം ദ്വീപിൻ്റെ സമീപത്തെത്തി. ബംഗാരം ദ്വീപിനടുത്തുള്ള വലിയ മണൽത്തിട്ട, അതായത് ബംഗാരം സാൻഡ് ബണ്ടിന് മുന്നിലായി നിർത്തി സ്നോർക്കലിങ്ങിന് ഇറങ്ങി. ബോട്ടുകൾ കുറേ എണ്ണം പോയതിനാൽ കടലിൽ ഒരു കലക്കം അനുഭവപ്പെട്ടിരുന്നു. അതിനാൽ സ്നോർക്കലിങ് ഒട്ടും ആകർഷകമായിരുന്നില്ല. സ്വതന്ത്രമായി നീന്തി നടക്കുന്നതിന് അനുവദിച്ചതിനാൽ കുറേയേറെ നേരം പൗഴപ്പുറ്റിനു മുകളിലൂടെ നീന്തി കറങ്ങി. ഇടയ്ക്ക് കാലിൽ പൗഴപ്പുറ്റ് കൊണ്ട് ചെറുതായി മുറിയുകയും ചെയ്തു. എല്ലാവരും സ്നോർക്കലിംഗ് നടത്തി കഴിഞ്ഞപ്പോഴേക്കും 2:45 പിന്നെ ബോട്ടിൽ നിന്നും മൺതിട്ടയിലേക്ക് നീന്തി കയറി. ലൈഫ് ജാക്കറ്റ് ഇട്ടതിനാൽ നീന്താൻ എളുപ്പമായിരുന്നു. വലിയ തിരയോ ഒഴുക്കോ ഇല്ലാത്ത ഭാഗമായതിനാൽ അത് കൂടുതൽ എളുപ്പമാക്കി. കരയിൽ കയറിയപ്പോൾ കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം. അതിലൂടെ കുറച്ച് സമയം നടന്നു. ലോ ടൈഡ് വരുമ്പോൾ ഈ മണൽത്തിട്ട പൊങ്ങി വരും. അപ്പോൾ മാത്രമേ ഇങ്ങനെ ഈ മനോഹരമായ വലിയ മണൽപ്പരപ്പിലൂടെ നടക്കാനാവൂ. കടും നീല നിറത്തിലുള്ള വെള്ളം, വെള്ള നിറത്തിലുള്ള മണൽപ്പരപ്പ്. വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആ കാഴ്ച. സ്നോർക്കലിംഗ് ഷൂവും മാസ്കും ഒക്കെ പിടിച്ച് ഒന്ന് നടന്നു. മനോഹരമായൊരു ഏർപ്പാടായിരുന്നു ആ നടത്തം. സ്വർഗത്തിലെത്തിയോ എന്നൊക്കെ സംശയം തോന്നി വന്നപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. കൊണ്ടുവന്ന മീൻ ബിരിയാണി ഈ മനോഹര സ്ഥലത്ത് വെച്ച് കഴിച്ചു. ഷുക്കൂറിൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് ദ്വീപിലെത്തിയ മുതൽ ഞങ്ങൾ കഴിക്കുന്നത്. നല്ല സ്വാദുള്ള മീൻ വിഭവങ്ങളായിരുന്നു അവയൊക്കെ. ഇവിടെ ഈ ബംഗാരം ദ്വീപിൻ്റെ ഈ മണൽത്തിട്ടയിൽ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. ബംഗാരം ദ്വീപ് മറ്റൊരു അൺഇൻഹാബിറ്റഡ് ഐലൻഡാണ്. ഇന്ന് അത് താജ് ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ താജ് ഹോട്ടലിൻ്റെ താമസ സൗകര്യങ്ങൾ നമുക്ക് കാണാം. അവിടെ താമസം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ആ ദ്വീപിലേക്ക് പ്രവേശനമുള്ളൂ. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി വന്നപ്പോൾ താമസിച്ചത് ഈ ദ്വീപിലാണ്. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോകൾ കൂടി ഈ മനോഹര ദ്വീപിൽ നിന്നെടുത്ത് അടുത്ത ചെറിയ ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. 36 ദ്വീപുകളുടെ ഒരു സമാഹാരമാണ് ലക്ഷദ്വീപ്. അതിൽ 10 ദ്വീപുകളിൽ മാത്രമേ ആൾപ്പാർപ്പുള്ളൂ. അഗത്തി ദ്വീപിനടുത്ത് 5 ദ്വീപുകളുണ്ട്. ഇന്നലെ സന്ദർശിച്ച കൽപ്പെട്ടി ദ്വീപാണ് അതിലൊന്ന്. ബാക്കിയുള്ളത് ഈ ബംഗാരം, തിണ്ണകര, പറളി 1, പറളി 2 ഈ ദ്വീപുകളാണ്. ഈ 5 ദ്വീപുകളും ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളാണ്. ഞങ്ങളിപ്പോൾ തിണ്ണകര ദ്വീപിലേക്കാണ് യാത്ര. നിറയെ തെങ്ങുകളുള്ള ഒരു ചെറിയ ദ്വീപ്. ഈ ദ്വീപിലും കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതും താജ് ഗ്രൂപ്പിൻ്റെ നിർമ്മാണങ്ങളാണ്. ദ്വീപിലിറങ്ങി തെങ്ങുകളുടെ ചുവട്ടിലൂടെ നടന്ന് തെക്ക് ഭാഗത്തുള്ള മനോഹര ബീച്ചായ തിണ്ണകര ബീച്ചിലെത്തി. ലോ ടൈഡ് ആയതിനാൽ വെള്ളം കുറഞ്ഞ് നീല നിറത്തിൽ മനോഹരമായ ഒരു ഷാലോ വാട്ടർ അവിടെ കാണാമായിരുന്നു. തെങ്ങുകളുടെയും ബീച്ചുകളുടെയും ഒക്കെ ഫോട്ടോ എടുത്തു. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. കടലും ആകാശവും തമ്മിൽ അവ്യക്തമായ ഒരു അതിർവരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതിയെ ഞങ്ങൾ കടലിൽ ഇറങ്ങി. തിരയില്ലാത്ത ബീച്ച്. കുറച്ച് സമയം ഈ മുട്ടോളം വെള്ളത്തിലൂടെ നടന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് പരീക്ഷണം നടത്തി നോക്കി. വിമാനത്തിൽ നിന്ന് ഈ ദ്വീപുകൾ കണ്ടിരുന്നു. തിരിച്ചു പോകാൻ സമയമായതിനാൽ ഷുക്കൂർ വിളിച്ചു. രാവിലെ നഷ്ടമായ 3 മണിക്കൂർ ശരിക്കും ഇവിടെ ചെലവഴിക്കാമായിരുന്നു എന്നോർത്തപ്പോൾ ഒരു ചെറിയ സങ്കടം വന്നു. ദ്വീപിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ബോട്ട് കിടക്കുന്നിടത്തെത്തി. അതിൽ കയറി തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ദ്വീപിലെ നിർമ്മാണങ്ങൾ പൂർത്തിയായാൽ ഈ ദ്വീപിലും നമുക്ക് പ്രവേശനം നിരോധിക്കാൻ സാധ്യതയുണ്ട്. അകലെ ബംഗാരം ദ്വീപ് കാണാമായിരുന്നു. അവിടെ ഏറ്റവും കുറഞ്ഞ ഹോട്ടൽ റൂം നിരക്ക് 35,000 രൂപയാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അങ്ങോട്ട് പോയപ്പോൾ കണ്ട മനോഹരമായ മണൽത്തിട്ട ഇപ്പോൾ കാണുന്നില്ല. നേരത്തെ വന്ന ഒരു ബോട്ടിലെ ആൾക്കാർ മണൽത്തിട്ടയിൽ ബാക്കിയുള്ള ഒരു ചെറിയ തുരുത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ലോ ടൈഡ് സമയത്ത് മാത്രമേ ഈ മണൽത്തിട്ട നമുക്ക് കാണാനാവൂ. അങ്ങോട്ട് പോയപ്പോൾ അത് കാണാൻ സാധിച്ചത് ഞങ്ങൾക്കൊരു ഭാഗ്യമായി.
തിരിച്ചുള്ള യാത്ര ബോറിംഗ് ആയപ്പോൾ ബോട്ടിന് പിന്നിൽ വെള്ളത്തിലേക്ക് കാലിട്ട് ഇരിപ്പ് ആരംഭിച്ചു. അപകടമായിരുന്നെങ്കിലും ശരിക്ക് കടലിനെ ആസ്വദിക്കുന്നതിന്, കടലിന്റെ ഭീകരത അറിയുന്നതിന് ആ ഇരിപ്പ് സഹായിച്ചു. ആഴക്കടലിലെ വലിയ തിരകൾ ശരിക്കും ബോട്ടിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. ബോട്ടിൽ നിന്ന് സൂര്യാസ്തമനം കണ്ട് തിരിച്ചെത്തിയപ്പോൾ 6:45 റൂമിൽ പോയി ഫ്രഷായി ഭക്ഷണം കഴിച്ച് 9:30 ഇന്നും കിഴക്കൻ കടൽപ്പാലത്തിലേക്ക് പോയി. ഈ കാർഗോ ഷിപ്പ് ഇന്നും ഇവിടെ നിന്ന് പോയിട്ടില്ല. കുറച്ച് സമയം നടന്ന് കാഴ്ചകൾ കണ്ട് 10 മണിയോടെ തിരിച്ച് റൂമിലെത്തി. നവംബർ 3 ഞങ്ങളുടെ യാത്രയുടെ 4ാം ദിവസം. ഇന്ന് രാവിലെ ഞങ്ങൾ നീര വാങ്ങുന്നതിന് എയർപോർട്ടിന്റെ അടുത്തുള്ള അന്താൻ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോയി. നീര വാങ്ങി തിരിച്ചു വരും വഴി തെങ്ങിൻ ടോപ്പിലൂടെ നടന്ന് ദ്വീപിന്റെ വീതി കുറഞ്ഞ ഭാഗത്തെ ബീച്ചിലിറങ്ങി. ധാരാളം പക്ഷികൾ ബീച്ചിൽ ഇര തേടുന്ന കാഴ്ച കുറച്ചധികം സമയം ഞങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു. തിരയിറങ്ങുമ്പോൾ കടലിലേക്ക് ഇറങ്ങുകയും തിര വരുമ്പോൾ തിരിച്ച് കരയിലേക്ക് ഓടിക്കേറുകയും ചെയ്യുന്ന പക്ഷികൾ. രാവിലെ 7:45 ഉള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും രാവിലെ ഇല്ലാത്തതിനാൽ കുറേയേറെ സമയം അവിടെ ഇരുന്നു. ബീച്ചിൽ ഹോൺഡ് കോസ്റ്റ് ക്രാബ് പുതിയ അതിഥികളെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ദ്വീപിലെ തെങ്ങിൻ തോപ്പിലൂടെയുള്ള യാത്ര ശരിക്കും ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് ഷുക്കൂർ വിളിച്ചതിനാൽ തിരിച്ച് റൂമിലേക്ക് പോന്നു. ഇന്നും പുതുമയുള്ള ദ്വീപ് വിഭവങ്ങളും മീൻ വിഭവങ്ങളുമാണ് ഭക്ഷണം. അത് കഴിച്ച് 9:15 ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫിഷിംഗ് ജെട്ടിയുടെ ഭാഗത്തേക്ക് പോയി. ഇന്ന് ഞങ്ങൾ രാവിലെ കയാക്കിംഗ് നടത്താൻ പോകുന്നു. നല്ല വെയിലായിരുന്നുവെങ്കിലും പുതുമയുള്ള ഒരു ഏർപ്പാടായതിനാൽ ഞങ്ങൾ ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. തലേക്കെട്ടൊക്കെ കെട്ടി കയാക്കിങ്ങിനുള്ള തുഴച്ചിൽ ഒരു കോമഡിയായിരുന്നു. തുഴച്ചിലിന് താളം കണ്ടെത്താൻ കുറച്ച് വൈകിയെങ്കിലും 2 റൗണ്ട് തുഴയാൻ കഴിഞ്ഞു. അത്ര രസമുള്ള ഒരു ഏർപ്പാടായിരുന്നില്ല അത്. അറിവില്ലായ്കയാണ് പ്രധാന കാരണം. 20 മിനിറ്റ് നേരത്തെ തുഴച്ചിലിന് ശേഷം തിരികെ കയറി. വെയിലായിരുന്നു ഒരു പ്രധാന കാരണം. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഈ ദ്വീപിലെ ബീച്ചിൽ കുളിക്കാനിറങ്ങിയില്ലല്ലോ എന്നോർത്തത്. ലൈഫ് ജാക്കറ്റ് ഇട്ട് കുളിക്കാനിറങ്ങി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമായിരുന്നു ലൈഫ് ജാക്കറ്റ്. തെളിഞ്ഞ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് കുളിച്ചു. വെയിലിന് അസാധ്യ ചൂടായിരുന്നതിനാൽ 10 മിനിറ്റ് കൊണ്ട് കുളിച്ചു കയറി. പിന്നെ കയാക്കിംഗ് തുഴ പിടിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് തിരിച്ച് റൂമിലേക്ക് പോന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് ഇന്നലെ കാണാനാവാതെ പോന്ന മറൈൻ ഓർണമെന്റൽ ഇന്റർപ്രിട്ടേഷൻ സെന്റർ കാണാനായി പോയി. കുറച്ച് അക്വേറിയങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്ന കടൽ മീനുകൾ. കഴിഞ്ഞ ദിവസം സ്കൂബ ഡൈവിങ്ങിനും ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡിനും പോയപ്പോൾ കണ്ടതരം മീനുകളൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. 1/2 മണിക്കൂറോളം സമയം ആ മീനുകളെ കണ്ടു നടന്നു. അതിന്റെ പരിചരണം നടത്തുന്ന സ്ത്രീകളോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ദ്വീപിലെ തെങ്ങിൻ തോട്ടത്തിലെ റോഡിലൂടെയുള്ള ബൈക്ക് റൈഡിന് പോയി. എല്ലാവരും വീഡിയോകൾ എടുത്തു. ഈ തെങ്ങിനിടയിലൂടെയുള്ള റോഡുകൾ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. പൊതുവെ റോഡും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ കാക്കയും അപൂർവമാണ്. മെയിൻലാൻഡിൽ നിന്നുള്ള ദൂരവും കാക്കയുടെ എണ്ണം കുറയാൻ ഒരു കാരണമാണ്. ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം ഇല്ല, കാരണം ഇവിടെ നായ്ക്കളില്ല. ഇവിടെ കിണറുകളിൽ ശുദ്ധജലം ലഭിക്കും എന്നുള്ളതും കൗതുകരമായൊരു കാര്യമാണ്. പശുക്കളും എരുമകളും ഇവിടെയില്ല. പുല്ലിന്റെ ക്ഷാമമാണ് ഒരു കാരണം. ചായയ്ക്ക് പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അറവിനായി നേരത്തെ കന്നുകാലികളെ കൊണ്ടുവന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം അത് നിരോധിച്ചു. എയർപോർട്ടിന്റെ മുന്നിലായുള്ള ഭംഗിയുള്ള ഒരു തെങ്ങിൻതോപ്പിലിരുന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു. അതിനുശേഷം വീതി കൂടിയ ഭാഗത്തെ പടിഞ്ഞാറൻ ബീച്ചിൽ ഇറങ്ങി. വെയിലായിരുന്നതിനാൽ നടത്തം മുഴുവനും തെങ്ങിൻ തോപ്പിലൂടെയായിരുന്നു. വീട്ടുകാർ കെട്ടിയ ഊഞ്ഞാലിൽ കിടന്നും ബീച്ചിനോട് ചേർന്നുള്ള ഇരിപ്പിടങ്ങളിലിരുന്നും തെങ്ങുകളുടെ ഇടയിലൂടെയുള്ള കടൽ കാഴ്ചകൾ കണ്ടും ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നത് വരെ 1:15 വരെ കറങ്ങി നടന്നു. ഭക്ഷണശേഷം ഉറങ്ങി വിശ്രമിച്ചു. വൈകുന്നേരം 5:30 ഷുക്കൂർ വന്ന് വിളിച്ചപ്പോൾ ലഗൂൺ ബീച്ചിലേക്ക് തിരിച്ചു. വിൽക്കാൻ വെച്ചിരിക്കുന്ന വലിയ ട്യൂണ മീനുകളെ കണ്ട് ബീച്ചിലെത്തി. ധാരാളം സന്ദർശകർ ബീച്ചിലുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോകൾ എടുത്ത് കറങ്ങി നടന്നു. ബീച്ചിൽ ചൂണ്ടയിടുന്നവരെ കുറച്ച് സമയം സാഹൂതം വീക്ഷിച്ചു. അവർക്ക് ധാരാളം മീനുകളെ കിട്ടുന്നുണ്ട്. ബീച്ചിനടുത്തുള്ള ചായക്കടയിൽ നിന്ന് നാടൻ പലഹാരങ്ങൾ വാങ്ങിക്കഴിച്ച് കുറച്ചധികം സമയം സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ഷുക്കൂർ വിളിച്ചു. നൈറ്റ് ഫിഷിങ്ങിന് പോവാനുള്ള സമയമായിരിക്കുന്നു. ഷുക്കൂറിന്റെ കടയിലെത്തിയപ്പോൾ കട സജീവമായിരിക്കുന്നു. 6:30 ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് ഞങ്ങൾ ഫിഷിങ്ങിനായി തയ്യാറായി. ഇന്നത്തെ ആദ്യത്തെ നൈറ്റ് ഫിഷിംഗ് ടീമായി ഞങ്ങൾ പോകുന്നു. ഒപ്പം 4-5 സഹായികളും 2 സഹയാത്രികരും ഉണ്ട്.
ബോട്ടിൽ കയറി സ്കൂബ ഡൈവ് നടത്തിയ ഭാഗത്തേക്ക് നീങ്ങി. 7 മണിയോടെ നല്ല ഇരുട്ടായപ്പോൾ ഫിഷിംഗ് ഏരിയയിൽ എത്തി. സഹായികൾ ഹെഡ്ലൈറ്റുമായി ആദ്യം കടലിലിറങ്ങി പരിസരം നിരീക്ഷിച്ചു. സുരക്ഷിതമെന്ന് ഉറപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയായി സ്നോർക്കലിംഗ് മാസ്ക് ധരിപ്പിച്ച് ഇറക്കി. നമ്മൾ സഹായിയുടെ തോളിൽ പിടിച്ചു കിടന്നാൽ മതി, മീനുകളെ അയാൾ കണ്ടെത്തി പിടിക്കും. കടലിനുള്ളിലെ രാത്രി കാഴ്ച ശരിക്കും പകൽ കാഴ്ചയേക്കാൾ അടിപൊളിയായിരുന്നു. എന്റെ ആക്ഷൻ ക്യാമറ പഴയതായതിനാൽ വീഡിയോയിൽ ആ മനോഹാരിത മുഴുവൻ ഒപ്പിയെടുക്കാനായില്ല എന്നൊരു സങ്കടം അവശേഷിച്ചു. പലതരം മീനുകൾ, നമുക്കിഷ്ടപ്പെട്ടവയെ നമുക്ക് പിടിക്കാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനം തിരഞ്ഞെടുക്കുന്ന ലാഘവത്തോടെയായിരുന്നു മീൻപിടുത്തം. പിടിക്കാനുള്ള മീനിനെ കണ്ടെത്തിക്കഴിഞ്ഞ് കയ്യിലുള്ള മുപ്പല്ലി പോലത്തെ കമ്പി വെച്ച് മീനിനെ കുത്തിപ്പിടിക്കും. പ്രധാനമായും പാരറ്റ് ഫിഷ് എന്ന ഇനം മീനുകളെയാണ് പിടികൂടിയത്. അതിനിടയിൽ അപരിചിതർക്കെന്താ ഈ അസമയത്ത് കടലിൽ കാര്യം എന്നന്വേഷിക്കാൻ വന്ന കടലാമയെയും കണ്ടു. കടലാമയെ അത്രയും അടുത്ത് കാണാനായത് ഒരു ഭാഗ്യമായിരുന്നു. കുറച്ച് മീനുകളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും സ്വന്തം നിലയിൽ മീൻ പിടിക്കണം എന്ന് തോന്നി. ആയുധം കയ്യിൽ തന്നു. മീനിനെ കുത്തിപ്പിടിക്കാൻ നോക്കിയപ്പോഴാണ് സംഭവം ഈസിയല്ല എന്ന് മനസ്സിലായത്. മീനിന്റെ പൊസിഷൻ, മുപ്പല്ലിയുടെ പിടുത്തം, ദിശ, വേഗത, കുത്തുന്നതിന്റെ കരുത്ത്, കടലിന്റെ ഒഴുക്ക്, തിരയുടെ ഇളക്കം, വെള്ളത്തിന്റെ ആഴം എന്നിങ്ങനെ കുറേയേറെ ഘടകങ്ങൾ പരിശോധിച്ച് വേണം ആയുധം പ്രയോഗിക്കാൻ എന്ന് പഠിച്ചു. എങ്കിലും സ്വന്തം നിലയിൽ 2 പാരറ്റ് ഫിഷിനെ പിടിച്ച സന്തോഷത്തിൽ ആ കോറൽ ഗാർഡനിൽ നിന്ന് കരയ്ക്ക് കയറി. സ്വന്തം നിലയിൽ 2 മീനിനെ മാത്രമേ പിടിച്ചുള്ളൂവെങ്കിലും മൊത്തം മീനും പിടിച്ച ആൾ എന്ന ഭാവേന കടലിൽ നിന്ന് ബോട്ടിലേക്ക് കയറി. കാറ്റിൽ തണുക്കാൻ തുടങ്ങിയപ്പോൾ സംഘം ഒരു എള്ളുണ്ട തന്നു. മധുരം ചെന്നപ്പോൾ തണുപ്പ് മാറി. സഹായികൾ പിടിച്ച ഒരു നീരാളിയെ പിടിച്ച് കുറച്ച് ഫോട്ടോകളെടുത്തു. നമ്മൾ തൊട്ടാൽ അവന്റെ സക്ഷൻ കപ്പ് വെച്ച് ശക്തിയായി നമ്മളെ പിടിക്കും. കുറച്ച് ബലം പ്രയോഗിച്ചാലേ വിടുവിക്കാനാവൂ. പിടിച്ച മീനുകളുമായി 8 മണിയോടെ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. കരയിലെത്തി പിടിച്ച മീനുകളെ ഒന്നുകൂടി നോക്കിക്കണ്ട് ഒരു ഫോട്ടോയും എടുത്തു. ഷുക്കൂറിന്റെ സുഹൃത്തുക്കൾ മീനുകൾ വൃത്തിയാക്കി ഗ്രിൽ ചെയ്യാൻ തയ്യാറാക്കി. അധികം സമയം കളയാതെ എല്ലാവർക്കും ഈ 2 മീൻ വെച്ച് ഫ്രൈ ചെയ്ത് തന്നു. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു ആ ഫിഷ് ഫ്രൈക്ക്. മീൻ മാത്രം വയറു നിറച്ച് തിന്ന് 10 മണിയോടെ റൂമിലേക്ക് മടങ്ങി. നവംബർ 4-ാം തീയതി ഞങ്ങളുടെ യാത്രയുടെ 5-ാം ദിവസം രാവിലെ 7 മണിക്ക് തന്നെ നീര വാങ്ങുന്നതിനായി ഇറങ്ങി. ചെത്തുകാരനെ കാണാഞ്ഞിട്ട് അയാളുടെ വീട്ടിലെത്തി നീര വാങ്ങുകയാണ് ചെയ്തത്. ദ്വീപിലെ തെങ്ങുകൾ ചെത്തി നീരയായുള്ള വിൽപ്പന വളരെ കുറവാണ്. കൂടുതലും വിനാഗിരി ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയ തിണ്ണകര ദ്വീപ് ഉൾപ്പെടെയുള്ള ദ്വീപിലെ തെങ്ങുകൾ ചെത്തി വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9 മണിയോടെ ഞങ്ങൾ ഫിഷിംഗ് ജെട്ടിയിലേക്ക് നീങ്ങി. രാവിലത്തെ വെയിലിൽ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കടലിന് കുറച്ചുകൂടി നിറം വന്നതുപോലെ തോന്നി. ഞങ്ങൾ ജെട്ടിയിലെത്തിയപ്പോഴേക്കും ഷുക്കൂർ പെട്രോളും ചൂണ്ടകളുമായി ആഴക്കടൽ മീൻപിടുത്തത്തിനായി ഒരു ബോട്ടുകാരനെയും കൂട്ടി തയ്യാറായി നിന്നിരുന്നു. യാത്ര തുടങ്ങി ആദ്യത്തെ കുറേ ഭാഗം, അതായത് ലഗൂൺ ഏരിയയിലെ യാത്ര സുഖകരമായിരുന്നു. എന്നാൽ ലഗൂൺ കഴിഞ്ഞതോടെ കടലിന്റെ സ്വഭാവം മാറി. ബോട്ട് വലിയ തിരയിൽപ്പെട്ട് ഉലയാൻ തുടങ്ങി. ചൂണ്ട ഇട്ടെങ്കിലും കാര്യമായി ഒന്നും കൊത്തുന്നില്ല. ചുറ്റും കടലും വലിയ തിരകളും. ആകെ ഒരു ആശങ്ക തോന്നി. അതോടെ ഞങ്ങളിൽ ചിലർ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദി കൂടിയതോടുകൂടി ലഗൂൺ ഏരിയയിലേക്ക് മടങ്ങി. നിർത്തിയിട്ട് ചൂണ്ടയിടൽ ആരംഭിച്ചു. കുറച്ച് മീനുകളെയൊക്കെ കിട്ടി. പക്ഷെ വീണ്ടും ഛർദി തുടങ്ങിയതിനാൽ ആരോഗ്യം പ്രശ്നമാവും എന്ന് തോന്നിയതോടെ തിരികെ പോന്നു. 2 മണിക്കൂർ സമയമേ നിന്നുള്ളൂവെങ്കിലും ആഴക്കടലിലെ മീൻപിടുത്തത്തിന്റെ സങ്കീർണത ശരിക്കും മനസ്സിലാക്കാനായി. 11:30 തിരികെ കരയിലെത്തി റൂമിൽ വിശ്രമിച്ചു. ഭക്ഷണശേഷം 2:45 കാഴ്ചകൾക്കായി ഇറങ്ങി. അഗത്തി പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. അതിനു മുന്നിൽ നിന്ന് ഫോട്ടോകൾ എടുത്തു. ഏതാണ്ട് 7500 ആളുകളാണ് ഈ ദ്വീപിലുള്ളത്. അവർക്കുള്ള ഏക പോസ്റ്റ് ഓഫീസാണ് ഇത്. തൊട്ടടുത്തു തന്നെയാണ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ. നാട്ടിൽ നിന്ന് പരീക്ഷാ ഡ്യൂട്ടി ലഭിക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് ഇത്. 12ാം ക്ലാസ്സിന് ശേഷം ഉപരിപഠനത്തിന് ദ്വീപ് നിവാസികൾ മെയിൻലാൻഡിലേക്ക് പോകും. പ്രത്യേകിച്ചും കേരളത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. ഷുക്കൂർ ഉൾപ്പെടെ ഇവിടെ വന്ന് സംസാരിച്ച് എല്ലാവരും കേരളത്തിലാണ് പഠനം പൂർത്തിയാക്കിയത്. കുറച്ചുകൂടി തെക്കോട്ട് പോയപ്പോഴാണ് ലോ ടൈഡിന്റെ സമയമാണ്, അതായത് വേലി ഇറക്ക സമയമാണെന്ന് മനസ്സിലായത്. കടൽ ഇറങ്ങിപ്പോകുന്ന സമയമാണത്. ഞങ്ങളും വെയിൽ വകവയ്ക്കാതെ കടലിലിറങ്ങി. പലതരം പവിഴപ്പുറ്റുകൾ കാണാനുള്ള ഏറ്റവും എളുപ്പമാർഗമായിരുന്നു അത്. ദ്വീപുവാസികളിൽ പലരും പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ മീനുകൾ, നീരാളി, മുത്തുകൾ എന്നിവ തിരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറേ നേരം നടന്നു. ചെറു മീനുകളെയല്ലാതെ ഒന്നും കാണാനായില്ല. ചെരുപ്പിടാതെ നടന്നാൽ കാല് മുറിയുന്ന തരം ഉറപ്പുള്ള പവിഴപ്പുറ്റുകളാണ് അവ.
കുറച്ച് സമയം നടന്ന് മടുത്ത് തിരിച്ച് കയറിപ്പോന്നു. തുടർന്ന് എയർപോർട്ടിന് മുന്നിൽ പോയി നിന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു. തിരിച്ചു വരും വഴി അന്താൻ ബീച്ചിലെ ഫോട്ടോ പോയിന്റിൽ നിന്ന് കുറച്ച് ഫോട്ടോകൾ എടുക്കാനായി കയറി. ആരും ഇല്ലാതെ കിടക്കുന്ന പാർക്കും ഫോട്ടോ പോയിന്റ്സും. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങളുടെ ഒപ്പം പോരാതിരുന്ന 4 പേരെയും കൂട്ടി നടന്ന് തൊട്ടടുത്തുള്ള ഈസ്റ്റേൺ ജെട്ടിയിലെത്തി. അതായത് ഞങ്ങൾ സ്ഥിരം ഇറങ്ങുന്ന ബീച്ചിൽ പോയി. അപ്പോഴേക്കും കടൽ കൂടുതൽ ഇറങ്ങിപ്പോയിരുന്നു. വീണ്ടും പവിഴപ്പുറ്റുകളിൽ റിസർച്ച് തുടങ്ങി. പലതരം കോറൽസ്, സ്റ്റാഗോൺ കോറൽസ് ആരെയും ആകർഷിക്കുന്ന ഒന്നായിരുന്നു. അതിന്റെ ശിഖരങ്ങളിലെ വയലറ്റ് ഭാഗം കണ്ടാൽ പൂക്കളാണെന്ന് തോന്നുമായിരുന്നു. ബ്രെയിൻ കോറൽ, മസ്റ്റാർഡ് ഹിൽ കോറൽ, കോളിഫ്ലവർ കോറൽ എന്നിങ്ങനെ പലതരം പവിഴപ്പുറ്റുകളെ കണ്ടു. അക്രോപോറ കോറൽ, അതിന്റെ ശിഖരങ്ങളിലും ആദ്യം പറഞ്ഞതുപോലെയുള്ള വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ പോലുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കോറൽസിന്റെ ഒപ്പം ഒരു ഓറഞ്ച് നിറത്തിലുള്ള പൂവ് ശ്രദ്ധിച്ചത്. അതിൽ തൊട്ടപ്പോൾ അത് അപ്രത്യക്ഷമായി. കാത്തിരുന്നപ്പോൾ ഒരു ട്യൂബിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നു. ഇതാണ് ക്രിസ്മസ് ട്രീ വേം. ഒരു സ്റ്റോണി കോറലിന്റെ മുകളിലാണ് ആശാന്റെ താമസം. കഴിഞ്ഞ ദിവസം സ്കൂബ ഡൈവിന് പോയപ്പോൾ ഇതുപോലത്തതിനെ കാണിച്ചു തന്നിരുന്നു. അത് കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു സീ കുക്കുംബറിനെ കണ്ടു. ഒരു സ്പോട്ടഡ് ലിൻകിയ സ്റ്റാർ ഫിഷ് അനങ്ങാതെ കിടക്കുന്നു. അങ്ങനെ കാഴ്ചകളുടെ ഒരു വിരുന്നായിരുന്നു വേലിയിറക്ക സമയം. 5 മണിയോടെ ഷുക്കൂർ വിളിച്ചതനുസരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മാസ് എന്ന് ദ്വീപനിവാസികൾ വിളിക്കുന്ന ഉണക്ക ട്യൂണ വാങ്ങുന്നതിനായി അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിൽ പോയി. ട്യൂണ അച്ചാറും വാങ്ങി തിരിച്ച് ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് പോയി. ഇതുവരെയും കാർഗോ ഷിപ്പ് പോയിട്ടില്ല. ഇന്ന് സാധനങ്ങൾ കയറ്റുകയാണ്. മറ്റൊരു ചെറിയ കാർഗോ ഷിപ്പ് വന്നിരിക്കുന്നു. അതിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നു. 7 മണി വരെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഈ കടൽപ്പാലത്തിൽ നിന്നു. നവംബർ 5-ാം തീയതി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുന്ന ദിവസം. ബൈക്ക് തിരിച്ചു കൊടുത്തതിനാൽ രാവിലെ നടന്ന് കാഴ്ചകൾ കാണാനായി ഇറങ്ങി. പതിവിന് വിരുദ്ധമായി പടിഞ്ഞാറൻ സൈഡിലേക്ക് തെങ്ങിൻ പറമ്പിലൂടെയും വീടുകളുടെ മുറ്റത്തുകൂടിയൊക്കെ നടന്ന് ഒരു ബീച്ചിലെത്തി. വീണ് കിടക്കുന്ന തെങ്ങിലും ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിലുമൊക്കെയായി വലിഞ്ഞു കയറുക എന്നതായിരുന്നു ഇന്നത്തെ പരിപാടി. കുറച്ചധികം സമയം നടന്ന് കാഴ്ചകൾ കണ്ടു. അത് രാവിലെ ആയതിനാൽ കടലിന് നല്ല നിറം വന്നിട്ടില്ല. എങ്കിലും ഇറങ്ങാത്ത ഒരു ഭാഗത്ത് ഇറങ്ങി കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. 8 മണി വരെ കാഴ്ചകൾ കണ്ട് കറങ്ങി നടന്നു. അതിനുശേഷം റൂമിലേക്ക് മടങ്ങിപ്പോന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്ക് റെഡിയായി നിന്നു. 10:30-ഓടെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഷുക്കൂറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. വളരെ ചെറിയ ഒരു എയർപോർട്ടാണിത്. ഞാൻ കണ്ടിട്ടുള്ള 25 എയർപോർട്ടുകളിൽ ഏറ്റവും ചെറുതാണ് ഈ എയർപോർട്ട്. ഇവിടെ ആകെ 4 യാത്രാ വിമാനങ്ങളെ സർവീസ് നടത്തുന്നുള്ളൂ. എയർപോർട്ടിൽ കാത്തിരിക്കുമ്പോൾ 2 പുറത്തെയും മനോഹരമായ കടൽ കാണാമായിരുന്നു. 11:50-ഓടെ വിമാനത്തിൽ കയറുന്നതിനായി റൺവേയിലേക്ക് നടന്നു. തിരിച്ചുള്ള ഇൻഡിഗോ വിമാനത്തിൽ കയറി. കയറുമ്പോഴും ഒന്നുകൂടി ഈ മനോഹര ദ്വീപിന്റെയും കടലിന്റെയും കാഴ്ച കറങ്ങിക്കണ്ട് മെല്ലെ ഉള്ളിലേക്ക് കയറി. വിമാനത്തിന്റെ വിൻഡോ ക്ലിയർ അല്ലാത്തതിനാൽ ഭംഗിയുള്ള കാഴ്ചകൾ മടക്കയാത്രയിൽ കാര്യമായൊന്നും ലഭിച്ചില്ല. എങ്കിലും ബാബു മാഷും സുനിൽ മാഷും എടുത്ത ഫോട്ടോകൾ മികച്ചവയായിരുന്നു. 1:30-ഓടെ ഞങ്ങൾ കൊച്ചിയിലെത്തി. ഭക്ഷണം കഴിച്ച ശേഷം അങ്കമാലിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഏറ്റവും മനോഹരമായ കടൽ കാഴ്ചകൾ ലഭിച്ച യാത്ര അവസാനിച്ചു.